ഇഗ്നാത്യോസ് പിതാവേ, യോഗത്തിൻ്റെ അധ്യക്ഷൻ ടി ജോഷി സാറെ, എല്ലാ അച്ഛന്മാരെ, മദ്യവിരുദ്ധ പ്രവർത്തനവുമായിട്ട് രൂപതാതലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, മറ്റ് സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ജീവോത്സവമാണ്. മദ്യപാന ശീലത്തിനെതിരെ രൂപതയുടെ 4 ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ജനങ്ങൾ എത്തിച്ചേർന്നപ്പോൾ രൂപത മുഴുവനും പാലപൂത്ത പരിമളം പോലെയാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ പുണ്യ കുടീരത്തിന് അരികിൽ ചരിത്രപ്രസിദ്ധമായ ഭരണങ്ങാനം കൊറോന പള്ളി അങ്കണത്തിൽ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ ബട്ടാലിയത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കായിട്ടാണ് നമ്മളുടെ ഈ കൂടി വരവ്. ഈ ശുശ്രൂഷ നമ്മുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ ദിനങ്ങളിൽ ഒന്നായ മൈലാപ്പൂരിലെ അത്ഭുത ശ്രീവായുടെ ദിവസം കൂടിയാണ് എന്നത് പ്രത്യേകം സ്മരണീയമായ കാര്യമത്രേ. മലയാളികളുടെ ചരിത്രപരമായ പശ്ചാത്തലം നോക്കിയാൽ, ഭാരതത്തിൻ്റെ ഭരണഘടന നോക്കിയാൽ, വിവിധ മതങ്ങളുടെ പ്രത്യേകിച്ച് സഭയുടെ പ്രബോധനം നോക്കിയാൽ മദ്യപാനം അനുവദനീയമല്ല, തികച്ചും തെറ്റാണതാണ്. ഒരു നല്ല ജീവിത സങ്കല്പങ്ങളുടെ എല്ലാം തകിടം മറിച്ചിൽ ആരംഭിക്കുന്നത് മദ്യപാനത്തോടെയാണ്. ഒരു മദ്യപാനി ഒരു വീട്ടിൽ കിടക്കുമ്പോൾ ആ വീട് തകരാൻ തുടങ്ങുകയാണ്. കേരള ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സംഭവമാണ് തൃപ്പടി ദാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1750 ജൂൺ മാസം 3-ാം തീയതിയായിരുന്നു ഇത്. തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന നാട്ടുരാജ്യമായ വേണാടിന്റെ അധിപനായിരുന്നു മാർത്താണ്ഡവർമ്മൻ. അയൽ രാജ്യങ്ങൾ ഓരോന്ന് കെട്ടിപ്പിടിച്ച് ഇന്നത്തെ കോട്ടയം വരെയുള്ള പ്രദേശങ്ങൾ ചേർത്ത് തിരുവിതാംകൂർ രാജ്യത്തിന് അദ്ദേഹം രൂപം നൽകി. അതിനുശേഷം രാജ്യം ശ്രീപത്മനാഭ സ്വാമിക്ക് അടിയറപ്പിച്ചു. ഭഗവാൻ വിഷ്ണുവിന്റെ മുമ്പിൽ രാജ്യം സമർപ്പിച്ചു. മാർത്താണ്ഡവർമ്മ ഇവിടെ ഒരു ദൈവ കേന്ദ്രിത സമൂഹത്തിന് രൂപം നൽകുകയായിരുന്നു. രാജ്യത്തിന് എതിരായിട്ടോ രാജാവിന് എതിരായിട്ടോ ദൈവത്തിന് എതിരായിട്ടോ ആ നാടുകളിൽ ആരും കാര്യമായ രീതിയിൽ സ്വരം ഉയർത്തിയില്ല. എല്ലായിടത്തും സമാധാനം നിലനിന്നു പോന്നു. മദ്യ നിയന്ത്രണവും എല്ലായിടത്തും ഉണ്ടായിരുന്നു. പിന്നീട് 1947 തിരുപ്പതിയിൽ മദ്യ നിരോധന നിയമം നിലവിൽ വന്നു. മലബാർ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നതിനാൽ 1937 മുതൽ അവിടെ മദ്യ നിരോധന നിയമം തന്നെ ഉണ്ടായിരുന്നു. 30 വർഷം നിലനിന്നിരുന്ന മദ്യ നിരോധനം 1967 EMS സർക്കാർ പിൻവലിച്ചു. പിന്നീട് കേരളത്തിൽ നാളിതുവരെ കാര്യമായ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോൾ 3 സ്റ്റാർ പദവിയിലുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനം അട്ടിമറിക്കാൻ മദ്യലോബികൾ ശ്രമിക്കുന്നതും നമുക്കറിയാം. നക്ഷത്ര പദവിയുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകാമെന്നുള്ള കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ തീരുമാനമാണ് അവരുടെ പിടിവള്ളി എന്നും നമുക്കറിയാം. മദ്യോപയോഗം ഭരണഘടനാ വിരുദ്ധമായ കാര്യവുമാണ്. ആർട്ടിക്കിൾ 47 പ്രത്യേകം പറയുന്നു, ഔഷധ ആവശ്യങ്ങൾക്കല്ലാതെ മദ്യം ഉണ്ടാക്കുകയോ കൈവശം വയ്ക്കുകയോ വിതരണം ചെയ്യുകയോ പാടില്ലെന്നും വ്യക്തമായി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. മാത്രമല്ല കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മദ്യത്തിലെ മുഖ്യ അംശം ഈലൈൻ ആൽക്കഹോളാണെന്ന് നമുക്കറിയാം. മനുഷ്യനെ കൊല്ലുന്ന ഒരു വിഷം. മദ്യപിച്ച് മരിക്കുന്നവരുടെ ശരാശരി വയസ്സ്
30 നമ്മുടെ ഇവിടെ കുറയുകയാണ്. മദ്യം മദിപ്പിക്കുന്ന വസ്തുവാണ്. ഞരമ്പുകളെ തളർത്തി ബുദ്ധി മന്ദിപ്പിച്ച് മനുഷ്യനെ മൃഗമാക്കുന്നു. മദ്യം ഉണ്ടാക്കാൻ ഇന്ത്യയിലെ ഒരു വ്യക്തിക്കും അധികാരമോ അവകാശമോ ഇല്ല. ഒരു സർക്കാരിനും ഇത് അനുവദിക്കുവാൻ അവകാശമില്ല എന്ന് 1977 സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മദ്യപാനം ഗാന്ധിയൻ സംസ്കാരത്തിന് വിരുദ്ധമാണ്. ഒരു പാശ്ചാത്യ ഗ്രന്ഥകാരൻ ഗാന്ധിജിയെ കുറിച്ച് എഴുതി, അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ലോകം മുഴുവൻ തൂങ്ങിക്കിടക്കുന്നുണ്ട് എന്ന്. സകല തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയും മദ്യമാണെന്ന് ഗാന്ധിജി ഭാരതത്തെ പഠിപ്പിച്ചു. ഗാന്ധിജി കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് നടത്തിയ ഒരു പരാമർശത്തെ ഇന്നത്തെ അവസ്ഥയുമായി താരതമ്യം ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, കുറച്ചു കാലം മുമ്പ് തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾ മദ്യപാന ശീലം ഉപേക്ഷിക്കുവാൻ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് ആ ശീലമുള്ളവരെ ആരാഞ്ഞും അവരോട് സംസാരിച്ചും ഉത്സാഹപൂർവ്വം ശ്രമിച്ച് കൊണ്ടിരുന്നു. മദ്യത്തെ വലിയ ശാപമായിട്ടാണ് മഹാത്മാവ് കണ്ടിരുന്നത്. മദ്യം കിട്ടുവാനുള്ള എളുപ്പമാണ്, കുടിക്കുവാനുള്ള പ്രേരണ എന്ന് ഗാന്ധിജി പലപ്പോഴും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിരപരിചിതമായ വാക്കുകളുടെ മൂർച്ച ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ത്യയുടെ മുഴുവൻ ഏകാധിപതിയായി 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടാൽ ഞാൻ ചെയ്യുമായിരുന്ന ഒന്നാമത്തെ കാര്യം പ്രതിഫലം കൊടുക്കാതെ എല്ലാ മദ്യഷാപ്പുകളും അടച്ചിടുകയും എല്ലാ ധനമരങ്ങളും നശിപ്പിക്കുകയും ആയിരുന്നു. കേരളീയർക്ക് ഏറെ ആദരണീയനായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തയും ഇത് തന്നെയായിരുന്നു. മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരുവനായിരുന്ന MG മന്മഥൻ സാറ് തന്റെ കവിതയും കഥാപ്രസംഗവും പ്രഭാഷണങ്ങളും സാഹിത്യരചനയും എല്ലാം മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിനായി ഉപയോഗിച്ചതും നമുക്കറിയാം. കേരളം മദ്യ ലഹരിയിലാണ് കിടക്കുന്നത് എന്ന് കേരളം സന്ദർശിച്ച ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ സിംഗ് പറഞ്ഞത് നാം എല്ലാവരും കേട്ടതാണ്. സഭ എക്കാലവും മദ്യപാനത്തിന്റെ മാരകമായ വശങ്ങളെ ഉയർത്തി കാട്ടിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ വലിയ സമ്മേളനവും അതാണല്ലോ കാണിക്കുന്നത്. സഭയുടെ ഒരു നിരീക്ഷണം ഏതാണ്ട് ഇതുപോലെയാണ്: തെറ്റുകളുടെ ലോകത്ത് കുറ്റവാളി ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നു. മദ്യപാനം മലയാളികളുടെ ജീവിത ശൈലിയാക്കിയത് സർക്കാരാണ്. കേരളത്തെ മദ്യവൽക്കരിക്കുകയും മദ്യത്തെ മാന്യവൽക്കരിക്കുകയും ചെയ്യുന്ന സർക്കാർ വലിയ ജനദ്രോഹമാണ് ചെയ്യുന്നത്. ഒട്ടുമിക്ക മദ്യനയങ്ങളും സർക്കാരിന്റെ വരുമാന നയങ്ങൾ മാത്രമാണ്. കേരളത്തിൽ മദ്യപാനത്തിന്റെ ഗ്രാഫ് അടിക്കടി ഉയരുകയാണ്. ഈ സാംക്രമിക രോഗത്തിനെതിരെ പടയായി ചേരണം. ഈ അധർമ്മ വൃക്ഷത്തെ വേരോടെ പിഴുതെറിയുവാനും ദൈവനീതിയുടെ പ്രതിധ്വനിയുടെ ശബ്ദം ആകുവാനുമുള്ള കരുത്താണ് നമ്മളുടെ ഈ സമ്മേളനം. കേരളത്തിലെ സാമൂഹിക ജീവിതം ഭ്രമണം നടക്കുന്നത് ഏതെല്ലാമോ ലഹരികളുടെ മർമ്മത്തിന് അനുസൃതമായതാണെന്ന് നമുക്കൊക്കെ അറിയാം. ലഹരിയുടെ ഫലം ബാധിക്കാത്ത ഒരു മേഖലയും ഇന്ന് കേരളത്തിലില്ല. ഇത് ഉണർത്തുന്ന സാംസ്കാരിക സമസ്യകൾ വളരെ വലുതാണ്. സാംസ്കാരിക വളർച്ചയ്ക്ക് മനസ്സിന്റെ സമനില കാത്ത് പാലിക്കേണ്ടതുണ്ട്. മദ്യം, ജാതി, രാഷ്ട്രീയം, അധികാരം, മാധ്യമം, സമരം, ആർഭാടം, നിർമ്മാണം, വിനോദം, സഞ്ചാരം തുടങ്ങിയ വൈവിധ്യമാർന്നതും
പരസ്പരം ഇഴചേർന്നതുമായ വിവിധ ലഹരികളിൽ കേരള സമൂഹം മതിഭ്രമം ബാധിച്ച് ചുറ്റിക്കറങ്ങുകയാണ്. തെറ്റായ ഒരു ലഹരി ഫിലോസഫി തന്നെ ഇവിടെ ആഴത്തിൽ വേരൂടുന്നുണ്ട്. ഇവയുടെ മധ്യേ എരിഞ്ഞ് ഇല്ലാതായിരിക്കുന്ന മൂല്യങ്ങളുടെ പട്ടിക വളരെ വലുതാണതാണ്. സമാധാനം, സൗഖ്യം, സ്വത്വാവബോധം, പൗരധർമ്മം, ആത്മീയത, മിതവ്യയം, സേവനം, സത്യസന്ധത തുടങ്ങി ഒരു പരിഷ്കൃത സമൂഹത്തെ സമ്പന്നമാക്കുന്ന നിരവധി നന്മകൾ നമ്മുടെ മുമ്പിൽ തന്നെ ദാരുണമായി ഹനിക്കപ്പെടുകയാണ്. സമുദായ ശാക്തീകരണത്തിന് പകരം സംഭവിക്കുന്നത് നശീകരണമാണ്. മദ്യ ഉൽപാദനവും വിപണനവും ഉപയോഗവും ഇന്ന് തൊഴിൽ, ഔഷധം എന്നിവയുടെ എല്ലാ പരിധികളെയും മറികടന്നു. മദ്യലഹരിയിൽ ജീവിതത്തിന്റെ പരമമുഹൂർത്തമായ മരണം പോലും ഒരു വലിയ തമാശയായിട്ടാണ് പലരും കാണുന്നത്. ജനനം ഒരു കോമഡി ഷോയിലെ ഇടവേളയാകുന്നു. വിവാഹം അല്പകാലത്തേക്കുള്ള ഒരു ഉല്ലാസമാകുന്നു. ജീവിതത്തിലെ ധന്യ മുഹൂർത്തങ്ങളെയും ഗൗരവകരമായ ഉത്തരവാദിത്തങ്ങളെയും നിസാരവൽക്കരിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു. മദ്യ ലഹരിയോട് നാം വിട പറയണം. ബോധവൽക്കരണത്തിൽ ആരംഭിച്ച് കർമ്മപഥത്തിൽ പകർത്തേണ്ട പദ്ധതികൾ വിഭാവനം ചെയ്യുവാനായിട്ടാണ് നമ്മുടെ യുവത ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. ദൈവാത്മാവാകുന്ന അനുഗ്രഹീത ലഹരി സമൂഹത്തിലെ നന്മയുടെ പൂതിരാവായിട്ട് പരക്കണം. മദ്യവും മനുഷ്യനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന് മനുഷ്യ സംസ്കാരത്തോളം തന്നെ പഴക്കമുണ്ട്. എന്നാൽ പരിഷ്കൃത സമൂഹങ്ങൾക്കെല്ലാം മദ്യത്തിന്റെ ഉപയോഗത്തിന് പരിധിയും നിയന്ത്രണവും വിലക്കും കൽപ്പിച്ചിട്ടുണ്ട്. മദ്യത്തിന്റെ ഉപയോഗം ഒരു സമൂഹത്തിന്റെയും ആത്മീയമോ സാംസ്കാരികവുമായ പുരോഗതിക്ക് മാനദണ്ഡമായി ആരും സ്വീകരിച്ചിട്ടുമില്ല. മദ്യപിച്ച് ആരും ഇതുവരെയും നന്നായതായും കേട്ടിട്ടില്ല. പല സംസ്കാരങ്ങളും നശിച്ചതും മദ്യപാനം മൂലമാണ്. ഇന്ന് കേരളത്തിലെ വലിയ തിന്മകളിൽ ഒന്നും നിരവധി തിന്മകളുടെ സ്രോതസ്സുമായി നിൽക്കുന്നത് മദ്യത്തിന്റെ ഉപയോഗവും ദുരുപയോഗവുമാണ്. മദ്യം ഇന്ന് കേരള സമൂഹത്തിന്റെ ഭദ്രത തകർക്കുന്ന വലിയ സാമൂഹിക തിന്മയായി വളർന്നു. മദ്യാസക്തി കഴിഞ്ഞാൽ വേണ്ട സാമൂഹിക തിന്മയാണ്. കേരള സമൂഹത്തിലെ അർബുദമാണ് ഇത്. മദ്യം എല്ലാ മേഖലകളിലും ആധിപത്യം അല്ല സ്വേച്ഛാധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. മദ്യത്തിന്റെ ഈ ഏകാധിപത്യ തിമിര് നമ്മുടെ അകക്കണ്ണുകളെയും ബാധിച്ചിട്ടുണ്ട്. കൊട്ടേഷൻ സംഘങ്ങളും അക്രമങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും എല്ലാം അടങ്ങി വരുന്നത് മദ്യലഹരിയിലാണ്. മദ്യത്തിൽ നിന്ന് കുടുംബങ്ങളെ രക്ഷിക്കുക എന്നത് മാന്യതയുടെ കാര്യം മാത്രമല്ല, നിലനിൽപ്പിന്റെ കാര്യം കൂടിയാണ്. മദ്യ പിശാച് എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ശരി തന്നെയാണ്. മനുഷ്യന്റെ ധർമ്മബോധവും മാനവികതയും നശിപ്പിക്കുകയും സകല ബന്ധങ്ങളെയും ഉപഭോഗത്തിന്റെ തലത്തിലേക്ക് തരം താഴ്ത്തുകയും ചെയ്യുവാൻ മദ്യത്തിന് കഴിയും. ദൈവബന്ധം കുറയുന്ന മതങ്ങളും മനുഷ്യബന്ധം കുറയുന്ന ജനാധിപത്യവും ഈ പശ്ചാത്തലത്തിലാണ് ഉരുത്തിരിയുന്നത്. സർക്കാർ ഓഫീസുകളിൽ അഴിമതിയുടെ പെട്ടെന്നും തൊഴിലും ചൂഷണവും മോചനവുമായി തരം താഴ്ന്നതും മദ്യ സ്വാധീനത്തിലാണ്. നന്മയുടെ സ്വാധീനത്തെ തകർക്കുകയും അധർമ്മത്തിന്റെ സാന്നിധ്യത്തെ പരത്തുകയും ചെയ്യുന്ന മദ്യലഹരിയിൽ നിന്നും നമ്മുടെ സമൂഹം രക്ഷ നേടിയേ മതിയാവൂ. കലാലയങ്ങളും ആരാധനാലയങ്ങളും തൊഴിൽശാലകളും സർക്കാർ ഓഫീസുകളും മദ്യരാജ്യത്തിന്റെ കൈക്കൊണ്ടിൽ ഞെരിഞ്ഞ്
അമരുകയാണ്. ഇത് ചിന്തയെ ക്ഷയിപ്പിക്കുകയും സംസ്കാരത്തെ തളർത്തുകയും ധർമ്മബോധത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. പുരുഷന്മാരുടെ അമിത മദ്യപാനം മൂലം സ്ത്രീകളും കുട്ടികളും ഏറെ വിഷമിക്കുന്നുണ്ട്. വീടിന്റെ ഹൃദയം സ്ത്രീയാണ്, വീടിന്റെ ശിരസ് പുരുഷനാണ്. ഹൃദയവും ശിരസും തമ്മിൽ ബന്ധമില്ലാത്ത ഒരുപാട് വീടുകൾ നമുക്കിന്നുണ്ട്. മദ്യപാനം ഒരു കുടുംബത്തിന്റെ ക്ഷേമകരമായ എല്ലാ കർമ്മപദ്ധതികളെയും തളർത്തി കളയുകയാണ്. ഈ ജീവനയുടെ ഭീമരൂപം നാം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് മദ്യം എന്ന അസുര പാനീയത്തിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ യുവതയെ നമുക്ക് രക്ഷിക്കുവാൻ കഴിയണം. മദ്യവിരുദ്ധ പ്രവർത്തകരെ നമ്മുടെ യുവതയെ പ്രത്യേകിച്ചും നടത്തിക്കൊണ്ടിരിക്കുന്ന ധർമ്മയും സത്യാഗ്രഹവും ഉപവാസവും പ്രാർത്ഥനയും റാലികളും ഇതുപോലുള്ള വിവിധ സമ്മേളനങ്ങളും എല്ലാം ബോധവൽക്കരണ ക്ലാസുകൾ തന്നെയാണ്. ശ്ലാഘനീയമായ കാര്യങ്ങളാണ്. യുവത മുഴുവനും ഒരു തീപ്പന്തം പോലെ ബഹുമാനപ്പെട്ട വെള്ളമെല്ലെങ്കിലത്തിന് ഓടി നടന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ജനാവലി. എലീശ പ്രവാചകൻ യോർദാനിലെ മലിനജലത്തിൽ ചേർത്ത ഉപ്പ് പോലെയും വിഷമുള്ള ഭക്ഷണത്തിൽ ചേർത്ത മാവ് പോലെയുമാണ് നമ്മളുടെ ഈ കൂടിവരവ്. ഉപ്പ് ജലത്തെ ശുദ്ധീകരിക്കുകയും മാവ് ഭക്ഷണത്തെ വെടിപ്പാക്കുകയും ചെയ്തു. നമ്മളുടെ ഈ സമ്മേളനം ഈ മലിന ജലത്തിൽ, ഈ വിഷ ഭക്ഷണത്തിൽ ചേർക്കേണ്ട ഉപ്പും മാവുമാണെന്ന് നാം തിരിച്ചറിയണം. അതിനെക്കുറിച്ച് വിശദമായ ഒരു സന്ദേശം കേരള കത്തോലിക്കാ സഭയുടെ മുൻ അധ്യക്ഷനും മാവേലിക്കര രൂപതയുടെ മെത്രാനുമായ ഇഗ്നാത്യോസ് പിതാവ് ഉടനെ തന്നെ നൽകുന്നതാണ്. സർക്കാർ സമൂലമായ സൽക്രിയ പദ്ധതിയിലേക്ക് നീങ്ങണം. നമ്മളും കണ്ണാടി ഉടച്ചതുകൊണ്ട് നമ്മളുടെ മുഖം നന്നാകുമെന്ന് വിശ്വസിക്കരുത്. മദ്യവിരുദ്ധ പോരാട്ടം സഭയുടെ രൂപതയുടെ മുഖ്യ അജണ്ട ആക്കി എല്ലാവരും മാറ്റണം. എല്ലാ വൈദികരും ഈ രംഗത്ത് കരുത്തുറ്റ ഒരു നേതൃത്വം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇടവകകൾ, സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ലഹരി വിരുദ്ധ ക്ലാസുകളും സമ്മേളനങ്ങളും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. മതബോധന രംഗത്ത് ലഹരി വിരുദ്ധ പാഠങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കലാലയങ്ങളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞകൾ നിരന്തരമായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട്. ഡ്രൈവറില്ലാതെ ഓടുന്ന വണ്ടികളെ പോലെ അമിതമായി മദ്യപിച്ച് നടക്കുന്ന ഗജപോക്കരികളെ നമ്മുടെ ഇടയിൽ നിന്ന് തുരുത്തുവാനായിട്ട് ഈ വലിയ സമ്മേളനം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിന് നേതൃത്വം നൽകിയ എല്ലാ രൂപത ഭാരവാഹികളെയും ആത്മാർത്ഥമായി അനുമോദിച്ചുകൊണ്ടും നിങ്ങളെല്ലാവരെയും വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിച്ച് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.